ലക്ഷദ്വീപിൽ 2 നാവികസേന താവളങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി ഇന്ത്യ. അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലാണ് താവളങ്ങൾ നിർമ്മിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തന്ത്രപ്രധാനമായ ലക്ഷദ്വീപിൽ സുരക്ഷ ശക്തമാക്കേണ്ടതിന്റെ അനിവാര്യത നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ മാസം ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ കണക്കിലെടുത്താണ് പുതിയ നീക്കം. തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും വടക്കൻ ഏഷ്യയിലേക്കും ചരക്കുകളുമായി കപ്പലുകൾ കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 9 ഡിഗ്രി ചാനലിലാണ് മിനിക്കോയ്, അഗത്തി ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. മാലദ്വീപിൽ നിന്ന് 524 കിലോമീറ്റർ മാത്രം അകലെയാണ് മിനിക്കോയ് ദ്വീപ്. അടുത്ത മാസം ആദ്യവാരം മിനിക്കോയ് ദ്വീപിലെ നാവികസേനാ താവളം ഉദ്ഘാടനം ചെയ്യും. മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനും അഗത്തി ദ്വീപിലെ നിലവിലുള്ള എയർ സ്ട്രിപ്പ് നവീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ സേനാ താവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്തോ പസഫിക് മേഖലയിലെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മാലദ്വീപിന്റെ പുതിയ ഭരണകൂടത്തിനുള്ള താക്കീത് കൂടിയാണിത്. നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കുമായി വിദൂര നിയന്ത്രിത തോക്കുകൾ സംഭരിക്കുന്നതിന് 1752.13 കോടി രൂപയുടെ കരാറിന് കാൺപൂർ കമ്പനിയുമായി പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു.